അങ്ങനെ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പരമ്പരയിൽ തന്നെ ഇന്ത്യക്ക് തോൽവി നേരിട്ടുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം താരതമ്യേന ദുർബലരായ അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരവും തുടർച്ചയായി തോറ്റിരിക്കുന്നത്. അപ്പം ഈ മത്സരത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടോസ് കിട്ടിയ ഇന്ത്യ വീണ്ടും ബോളിംഗാണ് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം 2 ചേഞ്ചസ് ആയിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഒന്ന് വാഷിംഗ്ടൺ സുന്ദറിന് പകരം സുയാഷ് ഹെഗ്ഡെയും, പിന്നെ കഴിഞ്ഞ കളിയിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കാണ്ടിരുന്ന നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം പ്രിൻസ് യാദവും. അപ്പം ബോളിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യ ബോൾ ചെയ്തത്. അതായത് ഒരു 154 റണ്ണിന് അയർലൻഡിനെ അവിടെ 20 ഓവറിൽ അവർക്ക് ഒതുക്കാൻ പറ്റി. അതായത് ഒരു പാർ സ്കോർ തന്നെയായിരുന്നു ഗ്രൗണ്ടിലെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മൊത്തത്തിലുള്ള ഓവർകാസ്റ്റ് കണ്ടീഷനും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള മഴയുടെ ഡിസ്ട്രപ്ഷനൊക്കെ ആയിട്ട് ഇന്ത്യയുടെ ചേസിങ് സ്റ്റാർട്ടായി. അപ്പം നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ട പോലെ തന്നെ ഇന്ത്യൻ വംശജനായ അയർലൻഡിൻ്റെ ലാസ്റ്റ് മാച്ചിൽ ഡെബ്യൂ ചെയ്ത ജയ് മുണ്ട്ര പുള്ളി വീണ്ടും ഫസ്റ്റ് ഓവറിൽ തന്നെ സ്ട്രൈക്ക് ചെയ്ത് ഇന്ത്യയുടെ 2 ഓപ്പണേഴ്സിന്, അതായത് സഞ്ജുവിനെയും അഭിഷേക് ശർമ്മയും ഗോൾഡനാക്കി തന്നെ പുറത്താക്കി. അപ്പം ആ ഒരു തകർച്ചയിൽ നിന്ന് ഇന്ത്യക്ക് വ്യക്തമായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ ഔട്ടായി, പിന്നെ ഇഷാൻ കിഷൻ്റെ റൺഔട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് തിലക് വർമ്മയുടെ സൈഡിൽ നിന്ന് ഒരു ആങ്കർ റോളൊരു ഇന്നിങ്സ് വന്നു. പക്ഷേ ആസ്കിംഗ് റേറ്റിനെക്കാട്ട് സ്ലോ ആയിട്ടായിരുന്നു പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു സമയത്ത് ആക്സിലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം വന്നപ്പോഴേക്ക് തന്നെ പുള്ളിയുടെ വിക്കറ്റ് പോയി. പിന്നെ ഉണ്ടായിരുന്ന ശിവൻ ദൂബെ, പുള്ളി പഴയ പോലെ തന്നെ സ്പിന്നിനെ ഒന്നും അത്ര നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അതായത് സ്പിന്നിൻ്റെ ഒരു ഓവർ വന്നിരുന്നു. അപ്പോൾ ആ ഓവറിൽ ഒരു 4 പിന്നെ കുറച്ച് റണ്ണ് മാത്രമേ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആസ്കിംഗ് റേറ്റ് കൂടിയ സമയത്ത് ഒരു വശത്ത് നിന്ന് വിക്കറ്റുകൾ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഡെബ്യൂ ചെയ്ത സുയാഷ് ഹെഗ്ഡെയ്ക്കും ബാറ്റിംഗ് ഇറങ്ങിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് കുറച്ചൊരു വിജയപ്രതീക്ഷ നൽകിക്കൊണ്ട് ഹർഷിത് റാണയുടെ ഇന്നിങ്സ്. പക്ഷേ പുള്ളിയും എന്താ പറയുക, ഈസി ആയിട്ടൊരു ഫുൾ ടോസ് ബോളിൽ ഗ്രൗണ്ടിൻ്റെ ഡയമെൻഷൻസ് ജഡ്ജ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് ഗ്രൗണ്ടിന് എനിക്ക് വന്നൊരു ഓടായിട്ടുള്ളൊരു ഡയമെൻഷനിലേക്ക് അടിച്ചത്. സ്ട്രൈറ്റ് കണ്ടിട്ട് നല്ല ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ല നീളത്തിലുള്ളൊരു ബൗണ്ടറിയാണ് സ്ട്രൈറ്റ് ബൗണ്ടറി. അപ്പം അങ്ങോട്ടേക്ക് കളിച്ച് ഒരു ഈസി ക്യാച്ചായി മാറി. അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു ബോളൊക്കെ ഒരു ബൗണ്ടറി കടന്നതിനെ പുള്ളി കിട്ടിയ ഫ്രീ ഹിറ്റ് 4-ന് പകരം 6 പോയിരുന്നെങ്കിൽ ചിലപ്പം ഇന്നത്തെ മാച്ച് ഇന്ത്യ ജയിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ബോളിൽ പ്രിൻസ് യാദവ് 6 അടിച്ചുകൊണ്ട് 1 റണ്ണിൻ്റെ വ്യത്യാസത്തിലാണ് ഇന്ത്യ ഇന്നത്തെ കളി തോറ്റിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇന്നത്തെ പ്രകടനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ നിന്ന് ഇന്ത്യ മെച്ചപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ബോളിങ് നന്നായി ചെയ്തു. അവരുടെ ഒരു ലൂസ് പോയിന്റ് ആയിരുന്ന പ്രസിദ്ധ് കൃഷ്ണയും പിന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി ആ ഒരു ചേഞ്ചസ് വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ബാറ്റിങ്ങിലേക്ക് വരുമ്പം എന്താ പറയുന്നത്, വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യൻ കണ്ടീഷനിലുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് സബ് കോണ്ടിനെൻ്റ് കണ്ടീഷനിൽ. അപ്പം അതിൽ നിന്ന് കുറച്ച് ഒരു സ്വിംഗ് ഒക്കെ ഉള്ള ഒരു പിച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വളരെ നിരാശാജനകമായ രീതിയിൽ ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്തായാലും അയർലൻഡിലെ ആ ഒരു പര്യടനം കഴിഞ്ഞു. ഇനി ഇന്ത്യക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് ഇംഗ്ലണ്ടാണ്. അപ്പം അയർലൻഡിൽ ഒരു പിച്ച് പോലൊക്കെ തന്നെയായിരിക്കും, അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓവർകാസ്റ്റ് കണ്ടീഷനോട് കൂടി നല്ല സ്വിംഗ് ഒക്കെ കിട്ടുന്ന ഒരു പിച്ചസ് ആയിരിക്കും ഇംഗ്ലണ്ടിൽ അവരെ കാത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഓർക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഈ ഒരു സീരീസിൽ ഉണ്ടായില്ല. ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് വന്നൊരു സീരീസിൽ. അപ്പം എന്തായാലും പുള്ളി കാത്തിരിക്കുന്ന അതിലും വലിയ പരീക്ഷണമാണ് ഇംഗ്ലണ്ടിൽ. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇന്ത്യ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. എന്തായാലും വേൾഡ് ചാമ്പ്യന്മാരായി കഴിഞ്ഞ് തൊട്ടടുത്ത പരമ്പരയിൽ തന്നെ ഞെട്ടിക്കുന്ന തോൽവിയാണ് ഇന്ത്യ നേരിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.